തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഇന്ന് കൊട്ടിക്കലാശമാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് കൊട്ടിക്കലാശം ഉണ്ടാവുക. വിവരങ്ങളുമായി സജോ ദേവസ്യയും സുനിഷ അയ്യലൂരും റാഹിസ് റഷീദും ഉണ്ട്. ആദ്യം സജോയിലേക്കാണ്. സജോ, പാലാരിവട്ടം ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഇപ്പോൾ സജോ ഉള്ളത്. സജോ, എന്താണ് ഇപ്പോൾ ഈ അവസാന മണിക്കൂറിൽ കൊട്ടിക്കലാശ നിമിഷത്തിലുള്ള പ്രതീക്ഷകൾ? ഇവിടെ LDFും UDFും ഒപ്പത്തിനൊപ്പം തന്നെ പ്രചാരണത്തിലുണ്ടായിരുന്നു. വിമതരുടെ സാന്നിധ്യം എത്രത്തോളം എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകും? പ്രചാരണത്തിൽ എന്തായിരുന്നു പ്രധാനപ്പെട്ട വിഷയം? സ്മൃതി, ഉറപ്പായും അതായത് കൊച്ചി കോർപ്പറേഷനിലെ പോരാട്ടം പല കാരണങ്ങൾ കൊണ്ട് വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ എറണാകുളം ജില്ലയുടെ ഒരു പൊതുചിത്രം എടുക്കുകയാണെങ്കിൽ UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആധിപത്യമുള്ള ജില്ലയാണ്. സ്വാഭാവികമായും ആ ആധിപത്യം നേരത്തെ അതിന് കൊച്ചി കോർപ്പറേഷനിൽ തിരിച്ചടിയേറ്റിരുന്നു. കൊച്ചി കോർപ്പറേഷൻ തിരിച്ചുപിടിക്കണം, ജില്ലയിൽ നഷ്ടപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചുപിടിക്കണം. അങ്ങനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ നേരിട്ട് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ജില്ലയാണ്. എന്നോടൊപ്പം പാലാരിവട്ടം ഡിവിഷനിലെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ സിറ്റിംഗ് കൗൺസിലർ കൂടിയാണ്, കൊച്ചി കോർപ്പറേഷനിലെ സീനിയർ കൗൺസിലറാണ്. സമ്മതിക്കാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം, മേയർ സാധ്യതാ പട്ടികയിലുള്ള ആൾ കൂടിയാണ്. ഇപ്പൊ എത്രാമത്തെ റൗണ്ട് ഇതിനാ? ഇപ്പൊ 3ാമത്തെ റൗണ്ട് ഞങ്ങൾ വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ലാപ്പിൽ പരമാവധി ഇടങ്ങളിലൂടെ ഒന്നുകൂടി ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്ന പരിപാടിയിലാണ്. എങ്ങനെയാണ് ആത്മവിശ്വാസമൊക്കെ? പലരും പറയുന്നു, LDF പറയുന്നു നിങ്ങളുടെ കളത്തിൽ നിന്ന് പലരും പാളയത്തിൽ പടയുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് പ്രതീക്ഷയാണെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനും മത്സരിക്കുന്നത് ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 3 പ്രാവശ്യമായി ഇപ്പോൾ ജയിച്ചിട്ടുള്ള ഒരു കൗൺസിലറാണ് ഞാൻ. 2 പ്രാവശ്യം 10 വർഷം ഈ ഡിവിഷനിൽ തന്നെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തുകാർക്ക് എന്നെ അറിയാം, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അവരെന്നെ കൈവിടില്ല. അപ്പോൾ ഇതാണ് സ്ഥാനാർത്ഥി VK മിനിമോൾ. അപ്പോൾ ഇനി അത് കുറച്ച് രാഷ്ട്രീയം കൂടി പറയാം. കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുമെന്ന് ആത്മവിശ്വാസം ഉണ്ടോ? തീർച്ചയായും ഞങ്ങൾ കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കും. കഴിഞ്ഞ പ്രാവശ്യവും കൊച്ചി കോർപ്പറേഷൻ കൈവിട്ടു പോയി എന്നുള്ളത് ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, വിമതന്മാരെപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. UDFനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റിനാണ് നമുക്ക് മേയർ സ്ഥാനം നഷ്ടപ്പെട്ടത്. അത് ഇപ്രാവശ്യം തിരിച്ചുപിടിക്കും. തീർച്ചയായും ഞങ്ങൾ തിരിച്ചുപിടിക്കും. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നേതൃത്വം നൽകുന്ന തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൊച്ചിയുടെ ഭരണം തിരിച്ചുപിടിക്കും. അതാണ് സ്മൃതി. അതായത് ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ UDFന്റെ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്നു, മറുവശത്ത് LDFന്റെ ക്യാമ്പിന് മന്ത്രി P രാജീവാണ്. പക്ഷേ എറണാകുളത്തിന്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാം. അത് എല്ലാ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യമാണെങ്കിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ എടുക്കുകയാണെങ്കിൽ ആകെ 111 തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. മേൽക്കൈ എന്നത് UDFനുണ്ട്. പക്ഷേങ്കിലും കഴിഞ്ഞ തവണ ചെറിയ തിരിച്ചടി നേരിട്ടിരുന്നു, കോർപ്പറേഷന്റെ കാര്യത്തിൽ മറ്റിടങ്ങളിലും. അങ്ങനെ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ അവസാന ലാപ്പാണ്. ഇനിയിപ്പോൾ വൈകിട്ട് റാലി അല്ലെ, ലാസ്റ്റ് റാലി അല്ലേ പ്രചാരണത്തിൽ? നമ്മുടെ കലാശക്കോട്ട് നമ്മളൊരു 2 വീലർ റാലിയുമായി ബന്ധപ്പെട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 2 വീലർ റാലിയിൽ നമ്മുടെ പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ ഡിവിഷന്റെ എല്ലാ വഴികളിൽ കൂടെയും കടന്നു പോകുന്നു. ഡിവിഷനിൽ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. നമ്മുടെ വോട്ടർമാരെ നമ്മുടെ ഒപ്പം. ഞാൻ എപ്പോഴും ഡിവിഷനെ ഏറ്റവും നന്നായിട്ട് നോക്കുന്ന ഒരു കൗൺസിലറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവിഷനാണ് ഏറ്റവും പ്രാധാന്യം. ആ ഡിവിഷൻ ഇവിടെയും ഒരു കോൺഗ്രസ് നേതാവ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ റോളിലുണ്ട്. തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2010-15 ഞാൻ കൗൺസിലറാന് ശേഷം 31 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ 2010 ഈ ഡിവിഷന്റെ കൗൺസിലറായത്. 2015 ഈ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച UDFന്റെ ആൾ ഇപ്പോൾ വിമത സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. പക്ഷെ ആളുകൾ അത് മനസ്സിലാക്കും. ഒരു പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ആളാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാരനെന്ന് വിശ്വസിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവും. മിനിമോൾ തുടരും, UDF തിരിച്ചു വരും എന്നാണോ? അത് തന്നെ, പാലാരിവട്ടത്ത് മിനിമോൾ തുടരും. വെല്ലുവിളി തരൂല. ഇല്ല. അപ്പൊ അതാണ് ഇപ്പോഴും ഈ പ്രചാരണം എനിക്ക് പിന്നിൽ കാണാം. ഈ പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഒക്കെ സജീവമായി ഈ ഇടങ്ങളിലെല്ലാം, അത് എല്ലായിടത്തും എല്ലാ ഡിവിഷനിലെയും കാഴ്ചയാണ്. ഇതിപ്പോൾ UDF സ്ഥാനാർത്ഥിയാണ്, LDF സ്ഥാനാർത്ഥികളായിക്കോട്ടെ, മറ്റ് UDF സ്ഥാനാർത്ഥികളായിക്കോട്ടെ, NDAയുടെ സ്ഥാനാർത്ഥികളായിക്കോട്ടെ, എല്ലാവരും കളത്തിൽ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്.